ഉറ്റവരോടും ഉടയവരോടും ഒരു യാത്ര പോലും ചോദിക്കാതെ ആ യാത്രയിൽ അവർ അറിഞ്ഞു കാണില്ല പറന്നുയരുന്നത് മരണത്തിലേക്കാണെന്ന്. നമ്മുടെ ഓരോ ജീവിതവും അങ്ങനെയാണ്. ഒരു കള്ളനെ പോലെയാണ് അപ്രതീക്ഷിതമായി മരണമെന്ന സത്യം നമ്മളെ തേടിയെത്തുന്നത്. അവിടെ വിട ചോദിക്കാനോ ഒന്ന് അവസാന ചുംബനം നൽകി മടക്കി യാത്ര ചൊല്ലാനോ ആരും കൂടെ ഉണ്ടാകണമെന്നില്ല. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന വിമാനത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് കൂടിച്ചേരലുകളുടെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. അതെല്ലാം തച്ചുടച്ചുകൊണ്ടാണ് വിമാനം കത്തിയെരിഞ്ഞത്. നമ്മുടെ എല്ലാം ജീവിതം അങ്ങനെ തന്നെയാണ്. മരണത്തിന്റെ വക്കിലെത്തുമ്പോൾ നമ്മളെല്ലാം ഒന്ന് പ്രാർത്ഥിക്കും, ദൈവമേ ഒരവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ, ഒന്നുകൂടി ജീവിക്കാൻ സാധിച്ചെങ്കിൽ, ഒന്നുകൂടി ജീവിതത്തെ, ആ സ്വപ്നത്തെ, ആ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. നമ്മുടെ ജീവിതം ചെറുതാണ്, അത് ഏറ്റവും ചെറുതാണ്. അത് എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുമോ, എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുമോ, എത്രത്തോളം ക്ഷമിക്കാൻ പറ്റുമോ, എത്രത്തോളം കൊടുക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യണം. പിന്നെയാകട്ടെ നാളെയാകട്ടെ എന്ന് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണം നമ്മളെ തട്ടിക്കൊണ്ടു പോകും. എത്രയോ അധികം ആളുകൾ അവരുടെ പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ, സന്തോഷങ്ങൾ എല്ലാം ദുരന്തത്തിൽ ഇല്ലാതെയായി. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ, അത് നന്ദിയോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ ജീവിച്ചു തീർക്കാം.